നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് തിരുവനന്തപുരത്ത് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. മികച്ച നേട്ടവുമായി ഇത്തവണയും കാസർഗോഡ് ജില്ല. 100% തിളക്കവുമായി ഇത്തവണയും കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 150 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അമരക്കാരനായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 9ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ പരിപാടി അൻവർ ഓർമ്മ ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗവും യാത്രയയപ്പും നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പട്ടാപ്പകൽ ബൈക്ക് മോഷണം. മീൻ മാർക്കറ്റിന് മുൻവശം പാർക്ക് ചെയ്ത KL 60V 4802 നമ്പർ ബുള്ളറ്റ് കളവ് ചെയ്ത പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു. ക്ഷേത്രങ്ങളിലും കാവുകളിലും കണ്ടു മനസ്സിൽ പതിഞ്ഞ വ്യത്യസ്ത തെയ്യങ്ങളുടെ ചിത്രം ക്യാൻവാസിൽ പകർന്ന 2ാം ക്ലാസ്സുകാരൻ അമൃതിന്റെ എമ്പൂരാൻ തെയ്യ ചിത്രശില്പ പ്രദർശനം വേറിട്ടതായി. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊട്ടേട്ടൻ ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു. മാട്ടുമ്മൽ കൃഷ്ണപിള്ള സ്മാരക മന്ദിര പരിസരത്ത് വച്ചാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് തിരുവനന്തപുരത്ത് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. മികച്ച നേട്ടവുമായി ഇത്തവണയും കാസർഗോഡ് ജില്ല. SSLC പരീക്ഷ എന്നത് ജീവിതത്തിലെ ഒരു ഘട്ടം മാത്രമാണ്. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ കൂടുതൽ മികവിലേക്ക് കുതിക്കണം. യോഗ്യത നേടാത്തവർ പരീക്ഷയുടെ ആനുകൂല്യം ഉപയോഗിക്കണം. അധ്യാപകർ ഇവർക്ക് വേണ്ട സഹകരണവും നൽകണം. ഇവിടെ ജയവും തോൽവിയില്ല. ജീവിതത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളിൽ നിന്ന് ഒന്ന് കടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. എല്ലാവരും ആത്മവിശ്വാസത്തോടെ ജീവിതം എന്ന പരീക്ഷയാണ് നേരിടേണ്ടത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. SSLC, TH, SLC, AH, SLC പരീക്ഷയുടെ മാർച്ച് 2025 റിസൾട്ടിൻ്റെ പ്രസിദ്ധീകരണമാണ്. 2025 മാർച്ചിലെ SSLC, THSLC പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളുമായി 3072 സെൻറ്ററുകളിലായി 4,27,020 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLC പ്രൈവറ്റ് വിഭാഗത്തിൽ 74 പേർ പരീക്ഷ എഴുതി. കേരളത്തിലെ 48 സെൻറ്ററുകളിലായി 3057 വിദ്യാർത്ഥികൾ THSLC പരീക്ഷ എഴുതി. കേരള കലാമണ്ഡലത്തിൽ 66 വിദ്യാർത്ഥികൾ AHSLC പരീക്ഷ എഴുതി. 2025 മാർച്ച് 3 മുതൽ മാർച്ച് 26 വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 72 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു. ആകെ 9,851 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായത്. തുടർന്ന് പരീക്ഷാഫലം പ്രോസസ്സിംഗ് നടപടികൾ പൂർത്തിയായി ഫലം പ്രഖ്യാപിക്കുകയാണ്. പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പരീക്ഷാ കമ്മീഷണറോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. 100% തിളക്കവുമായി ഇത്തവണയും കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 150 വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയത്. കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനമായി കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ.
തുടർച്ചയായുള്ള 100% വിജയം ഇത്തവണയും നിലനിർത്തി. 150 പേരാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഇതിൽ മുഴുവൻ പേരും വിജയിച്ചു. 100% വിജയം കൈവരിച്ച ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ തവണ 137 പേരാണ് പരീക്ഷ എഴുതിയിരുന്നത്. അക്കാദമിക മികവിനോടൊപ്പം കലാകായിക രംഗത്തും ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിൽ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ മികച്ച സ്കൂൾ എന്ന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയവരിൽ പ്രഗത്ഭരും ഉൾപ്പെടുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും മികച്ച മേൽനോട്ട ചുമതല വഹിക്കുന്ന മാനേജ്മെന്റുമാണ് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കൈമുതൽ. SLC പരീക്ഷാഫലത്തിൽ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ 99.27%, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ 99.94% വിദ്യാർത്ഥികളും വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അമരക്കാരനായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 9ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ പരിപാടി അൻവർ ഓർമ്മ ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്യും. മാധ്യമ സെമിനാറിന്റെ ടെലിവിഷൻ വാർത്താരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ചാരിറ്റി ഫണ്ട് സമർപ്പണവും നടക്കും. ഭാവിയുടെ ദൃശ്യ സംസ്കാരത്തിന് പുതിയ ചിറകുകൾ നൽകിയ വർത്തമാനകാലത്തിന്റെ ദൃശ്യ സാധ്യതകളെ സ്വപ്നങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിലേക്ക് പറിച്ചു നട്ട കാഴ്ചകൾക്ക് പുതിയ ഭാഷ പകർന്നു നൽകിയ NH അൻവറിന്റെ ഓർമ്മകൾക്ക് 9 ആണ്ടാകുന്നു. അൻവറിന്റെ സ്നേഹത്തണലിൽ വിശ്രമിച്ചവർ, മധുരം പകർന്നവർ അൻവർ ഓർമ്മയുമായി വീണ്ടും ഒത്തുകൂടുന്നു. മെയ് 10 ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ പരിപാടി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് അധ്യക്ഷത വഹിക്കും. അനുസ്മരണ പ്രഭാഷണവും സെമിനാർ വിഷയാവതരണവും സിനിമാ മാധ്യമ നിരൂപകനായ CS വെങ്കടേശ്വരൻ നടത്തും. മുതിർന്ന പത്രപ്രവർത്തകൻ റഹ്മാൻ തായിലങ്ങാടി, ഏഷ്യാനെറ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ PG സുരേഷ് കുമാർ, റിപ്പോർട്ടർ TV ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവർ സെമിനാറിൽ മാധ്യമ മത്സരവും നവീന വാർത്താ ശൈലികളും എന്ന വിഷയത്തിൽ സംസാരിക്കും. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് ചാരിറ്റി ഫണ്ട് സമർപ്പണം നടത്തും. ലെക്ഷോർ VPSCMD അഡ്വക്കേറ്റ് SK അബ്ദുള്ള, NH അൻവർ ട്രസ്റ്റ് ട്രഷറർ K വിജയകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. COA ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ M ലോഹിതാക്ഷൻ, കേരള വിഷൻ ചാനൽ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, COA സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, CCN MD മോഹനൻ TV, COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി K എന്നിവർ സംബന്ധിക്കും. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സ്വാഗതവും CCN ചെയർമാൻ K പ്രദീപ് കുമാർ നന്ദിയും പറയും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗവും യാത്രയയപ്പും നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗവും യാത്രയയപ്പും കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. KCB സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയപ്രകാശൻ P ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരത്തിലുള്ള റിട്ടയർമെന്റുകൾ അനിവാര്യമാണ്. അത് ആ നിലക്ക് തന്നെ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. പക്ഷെ തുടർന്ന് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഭാസ്കരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാസ്കരൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ആ സമ്മേളനം വരെ നമുക്ക് നമ്മുടെ കൂടെ, സമ്മേളനം കഴിയുമ്പോൾ മറ്റു മേഖല, ഇപ്പോൾ റിട്ടയർ ചെയ്ത അസോസിയേഷൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ ഉണ്ട്, നമ്മുടെ സംഘടനയ്ക്ക് തന്നെ വിവിധ ഫോമുകളുണ്ട്, പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്ന നിരവധി സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടാൻ അവസരം ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമ്മൾ പോരാട്ടങ്ങളിലായാലും മറ്റ് പ്രവർത്തനങ്ങളിലായാലും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു ശക്തി തന്നെയാണ് നമ്മുടെ സംഘടനയിൽ പ്രവർത്തിച്ച് റിട്ടയർ ചെയ്ത് പോയിട്ടുള്ള ആൾ. സംസ്ഥാനത്താകെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് പൊതുവേദിയായ നമ്മുടെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമായി നമ്മുടെ പെൻഷൻ ആയിട്ടുള്ള ആളുകളെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ നിലക്കൊക്കെ തന്നെ
നമ്മുടെ സംഘടനാ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് തുടർന്നും ഇവരൊക്കെ ഉണ്ടാവുക. അതിലെല്ലാം സജീവമായിക്കൊണ്ട് പെൻഷനേഴ്സ് അസോസിയേഷനിലായാലും ഇത്തരത്തിലുള്ള പെൻഷനുമായി ബന്ധപ്പെടുന്ന മറ്റ് ഫോറങ്ങളിലായാലും ഒക്കെ തന്നെ സീനിയർ ഫോറം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് നാളിതുവരെ നമ്മുടെ ലക്ഷ്യം, നമ്മൾ യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ സേവന കാര്യങ്ങൾ സുരക്ഷിതമാക്കുക, നമ്മുടെ വേതന കാര്യങ്ങൾ സുരക്ഷിതമാക്കുക എന്നുള്ള പരിമിതമായ ലക്ഷ്യത്തിലല്ല. ജില്ലാ സെക്രട്ടറി ഭാസ്കരൻ എം റിപ്പോർട്ട് അവതരിപ്പിച്ചു. സോണൽ സെക്രട്ടറി സുദീപ് MP മറുപടി പറഞ്ഞു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഭാസ്കരൻ K, ജോർജ് കുട്ടി, നാരായണൻ, ജുനൈദ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. യോഗത്തിൽ സുരേഷ് കുമാർ SB, മധുസൂദനൻ PV, പ്രദീപ് PN, രമേശ് OV, അനുരാജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ആശ TP അധ്യക്ഷത വഹിച്ചു. രതീഷ് CK സ്വാഗതവും കേശവൻ MR നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പട്ടാപ്പകൽ ബൈക്ക് മോഷണം. മീൻ മാർക്കറ്റിന് മുൻവശം പാർക്ക് ചെയ്ത KL 60 V 4802 നമ്പർ ബുള്ളറ്റ് കളവ് ചെയ്ത പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു. ക്ഷേത്രങ്ങളിലും കാവുകളിലും കണ്ട് മനസ്സിൽ പതിഞ്ഞ വ്യത്യസ്ത തെയ്യങ്ങളുടെ ചിത്രം ക്യാൻവാസിൽ പകർന്ന 2ാം ക്ലാസ്സുകാരൻ നമ്രതിന്റെ എമ്പൂരാൻ തെയ്യ ചിത്രശില്പ പ്രദർശനം വേറിട്ടതായി. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്രതിന്റെ കുഞ്ഞു കൈകളിലൂടെ ക്രയോൺസുകളാൽ രൂപപ്പെട്ട വർണ്ണചിത്രങ്ങളിൽ അപൂർവങ്ങളായ 39 തെയ്യങ്ങളാണ് ചിത്രപ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്. ശത്രു സംഹാരവും ശിഷ്ടപരിപാലനവും നടത്തുന്ന പീഠവഴക്കപ്രകാരമുള്ള 39 തെയ്യങ്ങളുടെ സർഗരചനയാണ് ചിത്രപ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറുവത്തൂർ പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചിത്രപ്രദർശനം വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ ഡയറക്ടറും പ്രമുഖ ചിത്രകാരനുമായ തിരുവനന്തപുരം കാറൈക്ക മണ്ഡപം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമി ചെയർമാൻ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CV ഗിരീശൻ, M പവിത്രൻ, അനിൽ നീലാംബരി, രജീഷ് കുളങ്ങര, M പ്രദീപ് എന്നിവർ സംസാരിച്ചു. ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമി വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ നമ്രതി തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കരിവെള്ളൂർ നിടുവപ്പുറത്തെ A അനീഷിന്റെയും A രശ്മിയുടെയും മകനാണ്. ചിത്രരചനയ്ക്കൊപ്പം ശില്പനിർമ്മാണത്തിലും ശാസ്ത്രീയ പരിശീലനത്തിനുള്ള തയ്യാറെടുപ്പ് കുഞ്ഞു നമ്രത് തുടങ്ങിയിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. M കൊട്ടേട്ടൻ ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു. മാട്ടുമ്മൽ കൃഷ്ണപിള്ള സ്മാരക മന്ദിര പരിസരത്ത് വച്ചാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. M കൊട്ടേട്ടൻ ദിനാചരണം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. മാട്ടുമ്മൽ കൃഷ്ണപിള്ള സ്മാരക മന്ദിര പരിസരത്ത് വെച്ചാണ് M കൊട്ടേട്ടൻ ദിനാചരണം നടന്നത്. M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ പുതിയ അവർ നടത്തിയ ഒരു പരിശുദ്ധ വർത്തമാനകാല പുതിയ ഏർപ്പെട്ടിട്ടുണ്ട്. ദീർഘകാല രാഷ്ട്രീയമായ അദ്ദേഹം വേർതിരിച്ച മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ പതാക ജനഹൃദയങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പറത്താനുമെല്ലാം നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ അവരെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ ജനങ്ങൾ ഏത് വെല്ലുവിളികളെയും പ്രതികൂല രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പ്രതിരോധിക്കാൻ പ്രസ്ഥാനമായി ഈ കൊടവയിലെ CPIM സംഘാടക സമിതി ചെയർമാൻ ഷിജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K രാജ്മോഹൻ, M പൊക്ലൻ, കാറ്റാടി കുമാരൻ, K ഗംഗാധരൻ, കമലാക്ഷൻ കൊളവയൽ എന്നിവർ സംസാരിച്ചു. രവി കുളവയൽ സ്വാഗതവും K കോരൻ നന്ദിയും പറഞ്ഞു.
പാരമ്പര്യ വൈദ്യം പേറ്റമ്മ ചിയേയി അമ്മയെയും അസ്തെറ്റിക്സ് കവിതാ പുരസ്കാര ജേതാവ് പുഷ്പ കൊളവേലിനെയും കവയിത്രി കാവ്യ അശോകനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് ജില്ലാതലങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ അടോട്ട് ജോളി യൂത്ത് സെന്ററിന്റെ കൈകൊട്ടിക്കളിയും ശ്രദ്ധേയമായി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരളം മധുരക്കാട് പടിഞ്ഞാറേ വീട് ശ്രീ വയനാട്ടുകുലവൻ തറവാട്ടിലെ ഗൃഹപ്രവേശനവും പുനഃപ്രതിഷ്ഠയും പുത്തരി അടിയന്തരവും തെയ്യമാടിക്കലിനും ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ദേവപ്രതിഷ്ഠ ഭക്തിയുടെ നിറവിൽ നടന്നു. പെരളം മധുരക്കാട് പടിഞ്ഞാറേ വീട് ശ്രീ വയനാട്ടുകുലവൻ തറവാട് ഗൃഹപ്രവേശനത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും പുത്തരി അടിയന്തരത്തിനും തെയ്യമാടിക്കലിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് തുടക്കമായത്. ദേവപ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. നിരവധി ആളുകളാണ് ദേവപ്രതിഷ്ഠാ ചടങ്ങുകൾ ദർശിക്കുവാനായി എത്തിയത്. മെയ് 10 വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂത്തുലഞ്ഞ പൂമരത്തിന്റെ വീട്ടുമുറ്റത്ത് മുഖാമുഖം പരിപാടി നടത്തി. ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം 6ാം ഘട്ടം പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി നടന്നത്. പൂത്തുലഞ്ഞ പൂമരത്തിന്റെ വീട്ടുമുറ്റത്ത് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ 6ാം ഘട്ട പരിപാടിയുടെ ഭാഗമായായിരുന്നു പരിപാടി. മുൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എം കുഞ്ഞമ്പു പൊതുവാളിന്റെ വീട്ടുമുറ്റത്ത് കുട്ടികൾ തയ്യാറാക്കിയ വായനാക്കുറിപ്പും വായിച്ച് കുട്ടികളുമായി കഥ പറഞ്ഞുകൊടുത്തും കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞും ഏറെ വ്യത്യസ്തമായിരുന്നു മുഖാമുഖം പരിപാടി. അവിടെയുള്ള പുസ്തകങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആഴ്ചപ്പതിപ്പ്, മാസികകൾ എത്രണ്ണം ഉള്ളത് അവിടെ? ദേശാഭിമാനിയും മാതൃഭൂമിയും മനോരമയും മാത്രമല്ല അവിടെയുള്ളത്. ഒരുപടി വാരികകളുണ്ട്, ദ്വൈവാരികകളുണ്ട്, മാസികകളുണ്ട്. ഇതൊക്കെ അവിടെ രണ്ടാമതും അടിച്ചിട്ട് വരണമെങ്കിൽ ആദ്യത്തത് ചെലവാകാതെ അവർ രണ്ടാമത്തത് അടിക്കുമോ? നഷ്ടം വന്നാൽ. അപ്പൊ അതൊക്കെ വീണ്ടും വീണ്ടും അടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വായിക്കുന്നുണ്ട്. അതെല്ലാം ആൾക്കാരോ, നിങ്ങളല്ല, ഞാനല്ല, വേറൊരാളായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ വായനയിൽ അങ്ങനെ കുറവ് വന്നു എന്ന് പറയാൻ പറ്റില്ല. പഴയ കാലത്തെ വായന പറഞ്ഞു. ഞങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് വരെയും ഞാൻ ലൈബ്രറി പുസ്തകം വായിച്ചിട്ടില്ല, സത്യമാണ്. അപ്പൊ അതുകൊണ്ട് അന്നും ഏകദേശം എൻ്റെ ക്ലാസ്സിൽപ്പെട്ടവരല്ല, അപ്പോട്ടവക്കിനെ പോലെയുള്ള കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തിയാൽ ഞങ്ങളെല്ലാവരും ഒരേ കൂട്ടത്തിൽ തന്നെയാണ് വായിക്കാത്തത്. അപ്പോൾ അന്നും വായന കുറവ് തന്നെയായിരുന്നു. പക്ഷെ അന്ന് വായിക്കാനുള്ള അവസരങ്ങൾ കുറവായിരുന്നു. ഇന്ന് വായിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. മുറ്റത്ത് ലൈബ്രറി, പൊതു റോഡിൻ്റെ വക്കിലും ലൈബ്രറി. അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പുതിയൊരു അവിടെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഒരു ക്ലബ്ബ്, വായന ഇടം എന്ന് പറഞ്ഞിട്ട് പുസ്തകം വെച്ചിട്ട് ഒരു കൂടും. ആരും സമ്മതം വേണ്ട, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എടുക്കാം, വായിക്കാം, അവിടെ വെക്കാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വായിച്ചിട്ട് പിന്നെ അവിടെ വെക്കാം. ചടങ്ങിൽ വി ഗോപി സ്വാഗതവും ബാലവേദി പ്രസിഡന്റ് എം ദേവനന്ദ അധ്യക്ഷതയും വഹിച്ചു. മുൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ സംസാരിച്ചു. എ കെ ആൽബർട്ട്, വി ഉഷ, ലൈബ്രറിയന്മാരായ കെ സുനിത, കെ വി പുഷ്പ, വായനശാല വൈസ് പ്രസിഡന്റ് എൻ ഗീത എന്നിവർ വായനാ വെളിച്ചം പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാണക്കാട്
ഉമർ അലി പൂക്കളം സ്മാരക ട്രസ്റ്റ് വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ സ്ഥലരേഖ കൈമാറി. കേന്ദ്ര മുഷാവറ അംഗമായ ഷൈഖുന എം അബ്ദുള്ള മുസ്ലിയാർ ഏറ്റുവാങ്ങി. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഷൈഖുന പൂക്കളം അബ്ദുള്ള മുസ്ലിയാർ സ്മാരക ട്രസ്റ്റിന് കീഴിൽ ദക്ഷിണ കന്നഡ കുടക് ജില്ലയിൽ നാപ്പോക്കിൽ പ്രവർത്തനമാരംഭിക്കുന്ന മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനമായ ബുഖാറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിനു വേണ്ടി സ്പോക്ക് പഴയ താലൂക്കിന് സമീപം വാങ്ങിയ ഒരേക്കർ സ്ഥലത്തിന്റെ ഉടമ്പടി രേഖകൾ കുടക് നായിബ് ഖാലിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗവുമായ ഷൈഖുന എം അബ്ദുള്ള മുസ്ലിയാർ ഏറ്റുവാങ്ങി. നാപ്പോക്കിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മഹാനായ മർഹൂം സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും മർഹൂം ഷൈഖുന പൂക്കളം ഉസ്താദിൻ്റെ നാമധേയത്തിൽ ബുഖാറ എന്ന ഒരു മഹത്തായ സ്ഥാപനം നിർമ്മിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അതിനുവേണ്ടി കണ്ടുവച്ചിട്ടുള്ള ഒരേക്കറയോളം വരുന്ന ഭൂമിയുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഗ്രിമെൻ്റ് പത്രം ബഹുമാനപ്പെട്ട കൊടക് ജില്ലയുടെ നായിബ് ഖാദിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഷൈഖുന അബ്ദുൽ ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ കാഞ്ഞങ്ങാട് മേഖല കേരള കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുറൂർ മൊയ്തുവാജിക്ക, അതേപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള അമീദാജിക്ക, അതേപോലെ തന്നെ ബഷീർ സാഹിബ് അടക്കമുള്ള നമ്മുടെ ട്രസ്റ്റ് കൊടക് ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള അമീദാജിക്ക അടക്കമുള്ള ആളുകൾക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ മുഹമ്മദ് അലി സാഹിബ് അവർ കൈമാറിയിരിക്കുകയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതിനേക്കാൾ ഉപരി സന്തോഷത്തിൽ ഇതിനെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ട്രസ്റ്റിന്റെ കേരള ഘടകം ചെയർമാൻ സുറൂർ മൊയ്തു ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടക് ജില്ലയിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം വേണമെന്നോണം സ്ഥാപിക്കുന്ന ബുഖാറ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയും പെട്ടെന്ന് പ്രവർത്തനമാരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചു. അഷ്റഫ് ഫൈസി പദ്ധതി വിശദീകരണം നടത്തി. എ ഹമീദ് ഹാജി, ബഷീർ ആറങ്ങാടി, സൗദി അബൂബക്കർ ഹാജി, KH ഷംസുദ്ദീൻ കല്ലൂരാവി, CK നാസർ ഹാജി, MK അബ്ദുൾ റഹ്മാൻ, കർണാടക ഘടകം പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഹാജി, മാഹിൻ ഹാജി, മുഹമ്മദ് അലി PM, അസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു. MH അബ്ദുൾ ഹമീദ് ഫൈസി സ്വാഗതവും പൂക്കളം അബ്ദുൾ റഹീം റിസ്വി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ രാമനഗരം ശ്രീരാമക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമായി. ദേവന്റെ പ്രതിരൂപത്തോടു കൂടിയുള്ള നൃത്തമായ തിടമ്പു നൃത്തം ഭക്തിയുടെ നിറവിൽ നടന്നു. മാവുങ്കാൽ രാമനഗരം ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത്. മഹോത്സവത്തിന്റെ ഭാഗമായി തിടമ്പ് നൃത്തം നടന്നു. തിടമ്പ് നൃത്തം എന്നാൽ ദേവന്റെ പ്രതിരൂപത്തോടു കൂടിയ നൃത്തമെന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു ഹൈന്ദവ ആചാര നൃത്തമാണ് തിടമ്പ് നൃത്തം.
പ്രധാനമായും നമ്പൂതിരിമാരും അപൂർവമായി ശിവല്ലി, കർഹാടെ, ഹവ്യകൻ തുടങ്ങിയ ബ്രാഹ്മണ തീയർ സമുദായക്കാരും അവതരിപ്പിക്കുന്നു. നിരവധി ആളുകളാണ് തിടമ്പു നൃത്തം ദർശിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചേലക്കോടൻ തറവാട് അഞ്ചനമുക്കൂട് പുനഃപ്രതിഷ്ഠയും തെയ്യംകെട്ട് മഹോത്സവവും ഭക്തിയുടെ നിറവിൽ നടന്നു. ദേവപ്രതിഷ്ഠ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ചേലക്കോടൻ തറവാട് അഞ്ചനമുക്കൂട് പുനഃപ്രതിഷ്ഠയും തെയ്യംകെട്ട് മഹോത്സവവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി ദേവപ്രതിഷ്ഠ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. നിരവധി ആളുകളാണ് ദേവപ്രതിഷ്ഠാ ചടങ്ങുകൾ ദർശിക്കുവാനായി എത്തിയത്. മെയ് 10 കുറത്തിയമ്മ, ബീരൻ തെയ്യം, കരിഞ്ചാമുണ്ടിയമ്മ, പഞ്ചുരുളി, കാപ്പാളത്തിയമ്മ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. ന്യൂസ് ബ്യൂറോ, രാജപുരം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി വിഭാവനം ചെയ്ത കുടുംബ സുരക്ഷാ പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും മരണമടഞ്ഞവരുടെ 3 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. തിങ്കളാഴ്ച 3 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിലായിരിക്കും സഹായദാന വിതരണം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഹോട്ടൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി കുടുംബ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ മരണമടഞ്ഞവരുടെ 3 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിലാണ് തുക കൈമാറുന്നത്. പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, ജില്ലാ പോലീസ് മേധാവി BV വിജയഭാരത റെഡ്ഡി എന്നിവർ തുക കൈമാറും. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ മുഖ്യാതിഥിയാകും. അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 55 വയസ്സിന് താഴെയുള്ള ആർക്ക് വേണമെങ്കിലും ഈ പദ്ധതിയിൽ അംഗമാകാം. ഇപ്പോൾ നിലവിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മരിച്ച 3 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. 12-ാം തീയതി തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ധനസഹായ വിതരണം കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗവും ജില്ലാ പോലീസ് മേധാവിയും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് മുഖ്യ അതിഥിയുമാകുന്ന ഒരു പ്രോഗ്രാമാണിത്. ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി, ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര, ട്രഷറർ രഘുവീർ പൈ, സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി, സംസ്ഥാന കമ്മിറ്റി അംഗം അജേഷ് KB എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദുമ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി പണിയുന്ന ആസ്ഥാന മന്ദിരത്തിന്റെയും CH സെന്ററിന്റെയും ശിലാസ്ഥാപനം മെയ് 11 വൈകുന്നേരം 4 മണിക്ക് നടക്കും. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗ് പാർട്ടിക്ക് പഞ്ചായത്തിൽ ഒരു ആസ്ഥാന മന്ദിരം വേണമെന്ന ആഗ്രഹത്തിന് 3 പതിറ്റാണ്ടിലേറെ കാലത്തെ പഴക്കമുണ്ടെന്നും പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കാപ്പിൽ KBM ഷെരീഫ് ഉദുമ ടൗണിൽ സൗജന്യമായി നൽകിയ 9 സെന്റ് സ്ഥലത്താണ് ആസ്ഥാന മന്ദിരം പണിയുന്നതെന്നും മന്ദിരത്തിന്റെ താഴത്തെ നിലയിൽ ആധുനിക സജ്ജീകരണത്തോടുകൂടിയ CH സെന്ററും 1-ാം നിലയിൽ മുസ്ലിം ലീഗ് ഓഫീസും 2-ാം നിലയിൽ കോൺഫറൻസ് ഹാളുമാണ് ഒരുക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കാപ്പിൽ KBM ഷെരീഫ് ശിലാസ്ഥാപന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജനറൽ സെക്രട്ടറി MH മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറയും. മേൽപ്പറമ്പ് ജുമാ മസ്ജിദ് ഖത്തീബ് അഷ്റഫ് റഹ്മാനി ചൗക്കി പ്രാർത്ഥന നടത്തും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയാകും. ചടങ്ങിൽ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഉദുമ പഞ്ചായത്ത് മുസ്ലിം ലീഗിന് CH സെൻ്ററിനും കൂടി സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം വേണമെന്ന പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നിരന്തരമായ ആഗ്രഹത്തിൻ്റെ സഫലീകരണമായിട്ടാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് KBM ഷെരീഫ് 9 സെൻറ്റ് സ്ഥലം ഉദുമ ടൗണിൽ തന്നെ സൗജന്യമായി നൽകുകയും അതിൽ CH സെൻ്ററും മുസ്ലിം ലീഗും സംയുക്തമായി ഒരു ഓഫീസ് നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ശിലാസ്ഥാപനമാണ് 11-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നത്.
മുസ്ലിം ലീഗ് ഉദുമ മണ്ഡലം ട്രഷറർ ഹമീദ് മാങ്ങാട്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി MH മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ ഷംസുദ്ദീൻ ഓർബിറ്റ്, വൈസ് പ്രസിഡന്റ് സുബൈർ കേരള, സെക്രട്ടറി ബഷീർ പാക്യാര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മെയ് 10-11 തീയതികളിലായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം വിളംബരപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫ്ലാഷ് മോബ് നടത്തി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഫ്ലാഷ് മോബ് സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ M സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജാതി സെൻസസിന് തുടക്കമിടുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നുൾപ്പെടെയുള്ള 7ഓളം വിഷയങ്ങളിലൂന്നി നടക്കുന്ന സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ഫ്ലാഷ് മോബ് നടത്തിയത്. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ, ചെറുവത്തൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്, ഉദുമ, കാസർഗോഡ് എന്നീ കേന്ദ്രങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാനും സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമായ M സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P കുഞ്ഞികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി P രാജീവൻ, ജില്ലാ കമ്മിറ്റി അംഗം E സജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് തിരുവനന്തപുരത്ത് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. മികച്ച നേട്ടവുമായി ഇത്തവണയും കാസർഗോഡ് ജില്ല. 100% തിളക്കവുമായി ഇത്തവണയും കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 150 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അമരക്കാരനായിരുന്ന നാസർ ഹസൻ അൻവറിന്റെ 9ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ പരിപാടി അൻവർ ഓർമ്മ ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. KSAB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗവും യാത്രയയപ്പും നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പട്ടാപ്പകൽ ബൈക്ക് മോഷണം. മീൻ മാർക്കറ്റിന് മുൻവശം പാർക്ക് ചെയ്ത KL 60V 4802 നമ്പർ ബുള്ളറ്റ് കളവ് ചെയ്ത പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു. ക്ഷേത്രങ്ങളിലും കാവുകളിലും കണ്ട് മനസ്സിൽ പതിഞ്ഞ വ്യത്യസ്ത തെയ്യങ്ങളുടെ ചിത്രം ക്യാൻവാസിൽ പകർന്ന 2ാം ക്ലാസ്സുകാരൻ അമൃതിന്റെ എമ്പൂരാൻ തെയ്യ ചിത്രശില്പ പ്രദർശനം വേറിട്ടതായി. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊട്ടേട്ടൻ ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു. മാട്ടുമ്മൽ കൃഷ്ണപിള്ള സ്മാരക മന്ദിര പരിസരത്ത് വച്ചാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.